ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷനൊന്നുമല്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മേ ബി നിങ്ങൾക്കും ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ പോയി മേടിച്ചോളൂ. ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ അതായത് ഡെയിലി എനിക്കിഷ്ടമുള്ളത് ഡെയിലി വെയർ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് മാത്രമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കല്ല, എന്നാൽ ഭയങ്കര ന്യൂഡല്ല, ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ് ഇത്. അപ്പം ശരി, നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ലിപ്സ്റ്റിക് അല്ല, ഒരു ലിപ് ലൈനറാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ, ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലിപ് ലൈനർ സ്വിസ് ബ്യൂട്ടിയുടെ മറൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. മറൂൺ 02 ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കും ഈ ഒരു ഷെയ്ഡ് ചേരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ഇടയ്ക്ക് ഇത് മാത്രം ഇട്ടിട്ട് പോകാറുണ്ട്. ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ചില ദിവസമൊക്കെ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഒന്നും ഇടാനുള്ള മൂഡില്ലെങ്കിൽ ഞാൻ ഈ ലിപ് ലൈനർ മാത്രം ഇട്ടിട്ട് പോകാറുണ്ട്. ഇത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്. ഞാൻ അധികം ലിപ് ലൈനേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, ചുണ്ടിലിടുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. കണ്ട, അത്യാവശ്യം നല്ല എന്താ പറയുക, ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ നമ്പർ 09. ഈ ലിപ് ലൈനറിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ആയിട്ട് ഇടാൻ പറ്റും. എനിക്കത് ഇഷ്ടമാണ്. നല്ലൊരു ഷെയ്ഡല്ലേ ഇത്. നമുക്ക് വേണമെങ്കിൽ ഇതും ഇട്ടിട്ട് പോകാം. ഇതും ഇതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അധികമൊന്നും വേഗം മാഞ്ഞൊന്നും പോകുന്നില്ല. കണ്ട, മുഖത്ത് വേറൊന്നും ഇട്ടില്ലെങ്കിൽ ഈ ലിപ് ലൈനർ മാത്രം ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വേണ്ടി. നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് ലിപ് ലൈനർ എന്ന് പറയുന്നത് മാഴ്സിൻ്റെ സ്കിൻ ഡെലീഷ്യസ് ബ്രൗൺ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അയ്യോ, ഇത് ഞാനൊന്ന് ഷാർപ്പൻ ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ഷെയ്ഡായിരിക്കും. കൊള്ളാം. ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക്? അയ്യോ, ഇത് മറ്റേ സിനിമയിലത്തെ ചുണ്ട് പോലെ. കുഴപ്പമില്ല, കണ്ട, ഇതും ഒരു ഗോ ടു വെയർ ആണ്. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, എന്നാലും കാണിച്ചു തരാം. ഇതിൽ കണ്ട, ഇതിൻ്റെ കളർ തന്നെ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടി. കാണുമ്പോൾ ഇത് കടിച്ച് തിന്നാൻ തോന്നും, പക്ഷെ തിന്നരുത്. ഇത്ര എടുക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ. എന്നിട്ടിങ്ങനെ നിങ്ങൾക്കിങ്ങനെ കോറൽ ഷെയ്ഡ്, ഓറഞ്ച് കൈൻഡ് ഓഫ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഈ ഷെയ്ഡ് ഇഷ്ടപ്പെടും. അപ്ലൈ ചെയ്യാൻ തന്നെ ഭയങ്കര സുഖമാണ് ഇത്. ഇതിൻ്റെ ഷെയ്ഡ് ഈസ് ആക്ച്വലി 14 ആണ്. മാഴ്സിൻ്റെ ഹണി ബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷെ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടില്ല. ഇതൊരു 3 സാധനങ്ങൾ വരുന്ന, അല്ലെ 3 ഷെയ്ഡ്സ് വരുന്നതിലുള്ള ഒരു ഷെയ്ഡാണിത്. അനദർ വൺ ഈസ് ഓൾസോ ഫ്രം ദി ബ്രാൻഡ് മാഴ്സ്. മാഴ്സിൻ്റെ ഒരു ലിപ് ഡ്രിപ്പാണ്, ലിപ് മിസ്റ്റ്. ഇത് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇടാറില്ല, കാരണം ഇത് ഭയങ്കര ചുമന്നിരിക്കും ചുണ്ടത്തിട്ട. ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. പക്ഷെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ചില നേരത്ത് ഇഷ്ടപ്പെടില്ല. ഒരു ഭയങ്കര സ്പിരിറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു മണം. അതുകൊണ്ട് എനിക്ക് തലവേദന എടുക്കും. അതാണ് ഞാനിത് മെയിൻലി അങ്ങനെ അധികം യൂസ് ചെയ്യല്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ ലിപ്സ്റ്റിക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഗ്ലോസി ടൈപ്പ് ആക്കണമെങ്കിൽ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ടാ, അയ്യാ, ഇത് അങ്ങനെ എൻ്റെ ഗോ ടു വെയർ അല്ല. അപ്ലൈ ചെയ്തത് റെഡി ആയില്ലല്ലോ. ചോര ഒന്നും പോലെ ചുണ്ടുമെന്ന്. ഇതിങ്ങനെ ഒന്ന് തെറ്റിയിട്ട് അങ്ങോട്ട് അപ്ലൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരക്കും. ഇങ്ങനത്തെ കാള കുത്താൻ വരുന്ന പോലത്തെ റെഡൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും ഞാനത് റെക്കമെൻഡ് ചെയ്യും. പക്ഷെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നന്നായി ഒരുങ്ങിയിട്ടൊക്കെ ഇങ്ങനത്തെ ഗ്ലോസി ലിപ്സൊക്കെ, ഇപ്പോൾ ഗ്ലോസി ലിപ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അത് ഇങ്ങനത്തെ റെഡ് കളർ ഗ്ലോസിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ. എനിക്കിതിടുമ്പോൾ ചുണ്ടൊക്കെ തരിക്കണ പോലെ. ഇതിൻ്റെ എഫക്റ്റ് അങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഇതിൻ്റെ ഷെയ്ഡ് 03 റോസ് വുഡ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഓ, ഇതിട്ട് കഴിഞ്ഞിട്ടേ ലിപ്പ് വൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇതാണ് ആ ഗ്ലോസ് വൈപ്പ് ചെയ്തതിന് ശേഷമുള്ള ഇത്. ഇങ്ങനത്തെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാലേ ലോവർ ലിപ്പിലാണ് കൂടുതൽ കളർ, നമ്മുടെ അപ്പർ ലിപ്പിലേക്ക് കളർ വരുന്നില്ല. തന്നെ എൻ്റെ ചുണ്ടിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ചുണ്ടൊരു തരിക്കണ പോലെ. നെക്സ്റ്റ് കാണിച്ചു തരാം. അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡായി ആണ് ഈ സിനമൺ ബ്ലഷ് ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ. പക്ഷെ ഇത് തീർന്നു പോയി. തുണ്ട് ഉണ്ടോ നോക്കി നോക്കാം. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. കണ്ട, നല്ല ഭംഗിയായി ഇത് കാണാൻ വേണ്ടി. മര്യാദയ്ക്ക് ഇടണമെന്ന് മാത്രം, ഇല്ലെങ്കിൽ ചുണ്ടിൻ്റെ പുറത്തേക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇതുപോലെ ഇങ്ങനത്തെ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരാണ് സിനമൺ ബ്ലഷ്. ഇതിട്ട് കഴിഞ്ഞാൽ മായ്ക്കാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇടണം. ഇല്ലെങ്കിൽ ഇതുപോലെ പുറത്തൊക്കെ ആയി കഴിഞ്ഞാൽ വേഗം മായ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണിത്, ജിഞ്ചർ സ്നാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇതൊക്കെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് മേടിച്ചിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ വന്നപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഈ ഷെയ്ഡ് ഇഷ്ടപ്പെടില്ല. ഇതാണ് എനിക്ക് ഷെയ്ഡ് വരുന്നത്. ഏകദേശം ഈ ഒരു ടീഷർട്ടിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഭയങ്കര ഒരു ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉണങ്ങണ കാരണം കൊണ്ട് ഇട്ടെന്നൊരു ഫീല്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണിത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ട്രാൻസ്ഫർ പ്രൂഫാണ്. ഇതാണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് ലോറിയലിൻ്റെ ഈ ഒരു വർത്ത് ഇറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണിത്. ഇനിയിപ്പോൾ വാഷ് ഔട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തന്നെ ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്താൽ മതി. ഇതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ മെറൂൺ. എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കായിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈറ്റായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, ലിപ്സ്റ്റിക് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല, അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നതാണ് കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്. എനിക്ക് വന്നപ്പോൾ ആദ്യം ഇഷ്ടമായില്ല, പിന്നെ ഞാനതങ്ങ് ഇഷ്ടപ്പെട്ടു ഇതിനെ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇതിൽ കാണുന്ന പോലെ ഇല്ല. ഏകദേശം ഇതിൽ കാണുന്ന പോലൊക്കെ തന്നെ. ഇങ്ങനത്തെ ഷെയ്ഡ് ചേരുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചില എൻ്റെ ടോണുള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് ചേരാൻ ചാൻസ് ഇല്ല, കാരണം വാഷ് ഔട്ട് ആയി പോവും. കാണിച്ചു തരാം. ഇത് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആയി പോകും. അതായത് സ്കിന്നിൻ്റെ സെയിം ഷെയ്ഡായിട്ട് മാറും ഇത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന 2 സൂത്രങ്ങളാണുള്ളത്. എൻ്റെ കയ്യിലുള്ള എല്ലാ ലിപ്പ് ലൈനറും വെച്ചിട്ട് ഞാനിത് സെറ്റപ്പ് ആക്കും. കാണിച്ചു തരാം. ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇതല്ല ബ്രൗൺ ന്യൂഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് ലിപ്സ്റ്റിക് ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ കണ്ട ലിപ്പ് ലൈനറുടെ ഡാർക്ക്നെസ് ഒന്ന് കുറഞ്ഞ് ഇതിട്ടപ്പോൾ ഒരു ന്യൂഡ് ഷെയ്ഡായി. നമ്മുടെ ലിപ്സ്റ്റിക് എടുക്കുന്നു, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. വേറെ ന്യൂഡ് ഷെയ്ഡ് കിട്ടിയില്ലേ? ഇനി അടുത്തത് കാണിച്ചു തരാം. ഇനി സ്വിസ് ബ്യൂട്ടിയുടെ ബർഗണ്ടി എടുത്തു, നമ്മുടെ കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് എടുത്തു. ഇത് കണ്ട ഒരു വയലറ്റ് അല്ല, ഒരു ലൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡ് വീണ്ടും കിട്ടി.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്യുന്ന പോലത്തെ ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ മെയിൻലി നമ്മൾ എന്ത് ചെയ്യുക, ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ ഇതിനുള്ള പരിഹാരമായി. കണ്ട, എനിക്ക് പിന്നെ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കൂടുതൽ ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഇഷ്ടമുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടം. നിങ്ങളും ന്യൂഡ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലിപ്പ് ലൈനറൊക്കെ വെച്ച് കോമ്പിനേഷനൊക്കെ ആക്കി ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇതൊക്കെയാണ് നമ്മൾ കാണിച്ച ലിപ്സ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ ഏതെങ്കിലും പുതിയ ലിപ്സ്റ്റിക്സ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ കമൻറ്റിൽ എന്തായാലും പറഞ്ഞാൽ മതി. അപ്പോൾ ശരി, ബൈ, സീ യു.